ഇത്രയേറെ മണ്ടത്തരങ്ങൾ കാട്ടുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വളരെ പച്ചയായി പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ മുഖ്യമന്ത്രി ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണെന്ന് അദ്ദേഹത്തിന് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിവാദ പുരുഷനുമായ ശ്രീ ശിവശങ്കർ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയോട് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നത് ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ചില ജൽപ്പനങ്ങളെയും ഉത്തരവുകളെയും അദ്ദേഹത്തിൻ്റെ ചില ആക്രോശങ്ങളെയും ഒക്കെ വിലയിരുത്തിയിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത സമയത്തായി ആകെക്കൂടെ പരിഭ്രമത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പൊതുജനങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കടുത്ത അസഹിഷ്ണുതയും സംസ്കാരരഹിതമായിട്ടുള്ള ചില പദപ്രയോഗങ്ങളുമൊക്കെ നടത്തി കേരളത്തിൻ്റെ സമൂഹത്തെ ആകെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഓരോ ദിവസവും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന വസ്തുത. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് പലരും ചോദിക്കുന്നത്. ഏതാണ്ട് 82 വയസ്സ് പ്രായത്തോട് അദ്ദേഹം അടുക്കുന്നു. അദ്ദേഹം സകല നിബന്ധനകളെയും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് ഭേദഗതി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം 3-ാം ഊഴവും മുഖ്യമന്ത്രിയാകാനായി ഉടുപ്പും തയ്പ്പിച്ച് തെക്ക് മുതൽ വടക്ക് വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹം ഈ തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത്. 2 ദിവസം മുമ്പ് അദ്ദേഹം നടത്തിയത് ഒരു സാധാരണ ഒരു പ്രാദേശിക നേതാവിന് പോലുമില്ല ഉള്ള വിവരമില്ലാത്ത ഒരാളാണ് ഇന്ത്യയിലെ പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ യാതൊരു ഉളുപ്പും കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അദ്ദേഹം ഒഴിച്ച് മറ്റാരും ഈ കേരളത്തിൽ പ്രഗത്ഭന്മാരില്ല. ഒരു വലിയ പ്രഗത്ഭൻ എന്ന് അദ്ദേഹത്തെ പരിഹസിച്ച ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴും അദ്ദേഹം ഉത്തരം കൊടുത്തിട്ടില്ല. അതുപോലെയാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് കൊടുക്കുന്ന ചില ഉത്തരവുകളും സർക്കാരിൻ്റെ ഖജനാവ് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നടത്തുന്ന ആർഭാടങ്ങളും അതുപോലെ ചട്ടലംഘനങ്ങളുമൊക്കെ അതൊക്കെ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ആവർത്തിച്ച് തെളിവുകൾ സഹിതം മാധ്യമങ്ങളുടെ മുൻപിലും പൊതുസമൂഹത്തിന് മുൻപിലും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ശ്രീ രമേശ് ചെന്നിത്തല 1-ാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. 2-ാം പിണറായി സർക്കാരിൽ മുതിർന്ന മുൻനിരയിലെ നേതാവെന്ന രീതിയിൽ അദ്ദേഹം ശക്തമായി ഓരോ വിഷയത്തിൽ ഇടപെടുകയും എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനവധി ആരോപണങ്ങൾ അതുപോലെ ആക്ഷേപങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തിയിട്ടും ഒരു തരത്തിലും വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കാൻ കഴിയാതെ ഇതുപോലെയുള്ള സംസ്കാരശൂന്യമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി രക്ഷപ്പെടാനായിട്ടാണ് ഒരു കേരള മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു അപമാനമാണ് കേരളത്തിനാകമാനം, മലയാളികൾക്കാകമാനം. ഇതുപോലെയാണ് ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത്. നമ്മൾ ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള ധാരാളം മുഖ്യമന്ത്രിമാരെ കേരളം കണ്ടിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചപ്പോഴുണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ബഹുമാനീയനായ ഉമ്മൻചാണ്ടി, അതിനു മുമ്പ് AK ആൻ്റണി, K കരുണാകരൻ തുടങ്ങിയ അതിപ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഈ കേരളം ഭരിച്ചിട്ടുണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്ന VS അച്യുതാനന്ദൻ, EK നായനാർ, EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയ ആളുകളും കേരളം ഭരിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരും ഇതുപോലെ സംസ്കാരശൂന്യമായ പദങ്ങൾ പൊതുമണ്ഡലത്തിൽ പ്രയോഗിക്കുകയോ എതിരാളികളെ ആക്ഷേപിക്കുകയോ ചെയ്യാറില്ല. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാട്ടിയ ഒരു 400 കോടി രൂപയുടെ അഴിമതിയാണ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ദിനേശ് BD സഹകരണ സംഘത്തിന് വേണ്ടി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ കരാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയുന്നത് ദിനേശ് BD സഹകരണ സംഘത്തിന് സോഫ്റ്റ്വെയർ രംഗത്ത് യാതൊരു അനുഭവ സമ്പത്തുമുള്ളവരല്ല. സഹകരണ മേഖലയിൽ ഏതോ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നതിനായി സോഫ്റ്റ്വെയർ സ്ഥാപിക്കാൻ യാതൊരു നിബന്ധനയും ചട്ടങ്ങളും പാലിക്കാതെ തന്നെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മേധാവിത്വമുള്ള ദിനേശ് BDയുടെ സഹകരണ സംഘത്തിന് ആ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. അതിലേതാണ്ട് 700 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് തെളിവുകൾ സഹിതം ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പൊതുസമൂഹത്തിൻ്റെ മുൻപിലും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിട്ട് അതിന് മറുപടി പറയാതെ അദ്ദേഹം മറ്റു ചില തൊടുന്യായങ്ങൾ പറഞ്ഞ് ആളുകളുടെ ശ്രദ്ധയിൽ നിന്ന് ഈ വിഷയം വഴിമാറ്റി വിട്ടുകൊടുക്കുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് കാണുന്നത്. ശ്രീമാൻ രമേശ് ചെന്നിത്തല എല്ലാവർക്കും അറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. 10 കൊല്ലമായി അദ്ദേഹം സ്പ്രിംഗ്ലർ കേസിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ
അതുപോലെ ഡേറ്റ ചൂഷണത്തെ സംബന്ധിച്ച്, മോഷണത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഈ ഗൃഹനിർമ്മാണത്തിലൊക്കെ വീട് നിർമ്മാണങ്ങളിലൊക്കെ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതായിട്ടുള്ള പദ്ധതികൾ, അങ്ങനെ അനവധിയായിട്ടുള്ള കൊള്ളയുടെയും അതുപോലെ തന്നെ തട്ടിപ്പിൻ്റെയും ഒക്കെ പല രംഗങ്ങളെക്കുറിച്ചും വസ്തുനിഷ്ഠമായി ആരോപണങ്ങൾ മാത്രമല്ല അത് യഥാർത്ഥത്തിലുള്ള വസ്തുക്കളും രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനൊക്കെ ചേർത്താണ് നമ്മൾ വായിക്കേണ്ടത് ശബരിമലയിൽ നടന്ന വലിയ തീവട്ടിക്കൊള്ള. അതിനെക്കുറിച്ചുമൊക്കെ എത്ര കാര്യക്ഷമമായിട്ടാണ് തെളിവുകൾ സഹിതം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് സീനിയർ നേതാക്കളും ഒക്കെ രംഗത്ത് വന്നത്. അതിനൊന്നും ഒരു മറുപടി പറയാനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് തയ്യാറാവുന്നില്ല. കാരണം മറുപടിയില്ല എന്നുള്ളതാണ് പരമമായ സത്യം. ഈ ദിനേശ് മീഡിയയ്ക്ക് ഏറ്റവും ഒടുവിൽ കൊടുത്ത ഈ ക്രമം കെട്ട ടെൻഡറിനെ സംബന്ധിച്ച് 700 കോടി രൂപയുടെ അഴിമതിയെ സംബന്ധിച്ച് ശ്രീമാൻ രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ചട്ടലംഘനങ്ങൾക്ക് നാളിതുവരെയും മറുപടി പറയാൻ സർക്കാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തയ്യാറായി വന്നിട്ടില്ല. അതിനിടയിലാണ് മുഖ്യമന്ത്രിയെ ചങ്കൂറ്റത്തോടുകൂടി വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി.ഡി. സതീശൻ രംഗത്ത് വന്നിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇതുപോലെ സംസ്കാരരഹിതമായിട്ടുള്ള ചെറ്റ അല്ലെങ്കിൽ പരനാറി, നികൃഷ്ടജീവി തുടങ്ങിയ പ്രയോഗങ്ങൾ കൊണ്ടൊക്കെ അദ്ദേഹം പ്രതിയോഗികളെ നേരിടാൻ ശ്രമിക്കുന്നത് കേരളത്തിനാകെ അപമാനമാണ്. കേരളത്തിലുള്ളവർ മാത്രമല്ല പുറത്തുള്ള മലയാളികളും തല താഴ്ത്തി അപമാനം കൊണ്ട് ഇത് സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു മുഖ്യമന്ത്രി ഇത്രയും തരം താഴാമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ശൗര്യം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഒഴുകിപ്പോകുന്നതിലുള്ള ആശങ്കയോ ഉത്കണ്ഠയോ ഉണ്ടാകാമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിൽ പോലും ഉത്തരവിടാൻ മടി കാണിക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് അദ്ദേഹം ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത് എത്ര അപമാനകരമാണ്. അതുകൊണ്ട് പല ഉത്തരവുകളും നമുക്കെല്ലാം അറിയാം. പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, ലഘുലേഖകൾ അച്ചടിച്ച് വിതരണം ചെയ്യുക, നികുതിദായകൻ്റെ പണമെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക. ഇതിനെല്ലാം എതിരായി ശ്രീമാൻ രമേശ് ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരുമൊക്കെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണ രൂപത്തിൽ, ആക്ഷേപ രൂപത്തിൽ തെളിവുകളോടെ കൊണ്ടുവന്നിട്ട് പോലും അതിന് ഒരു തക്കതായ മറുപടി പറയാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രണ്ടാം നിരയിലുള്ള ചില നേതാക്കന്മാർ, പല്ലും ജടയും ഒക്കെ കൊഴിഞ്ഞ ചില താത്വിക ആചാര്യന്മാർ അവിടെയും ഇവിടെയൊക്കെ മൂലയിലിരുന്നു കൊണ്ട് ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നതാണ്, അല്ലാതെ മറ്റൊന്നിനും കഴിയുന്നില്ല. പാർട്ടി സെക്രട്ടറിയുടെ കാര്യം തന്നെ പറയേണ്ട. അദ്ദേഹം എല്ലാം ബൗദ്ധികമായ തലത്തിൽ തത്വാധിഷ്ഠിതമായ വിശദീകരണം കൊടുക്കുന്ന ഒരു വലിയ താത്വികാചാര്യൻ്റെ വേഷം ഇട്ടുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എവിടെയെങ്കിലുമൊക്കെ മൂലയിൽ ഒതുങ്ങിയിരിക്കുന്ന വേറെ ചില വലിയ ബുദ്ധിരാഷ്ട്രന്മാരും ബുദ്ധിജീവികളുമൊക്കെ അവിടെ നടത്തുന്ന ജൽപ്പനങ്ങൾക്കൊന്നും ആളുകൾ ചെവി കൊടുക്കുന്നില്ല. ശ്രീമാൻ A.K. ബാലനെ പോലെ പാലക്കാടിൻ്റെ ഏതോ മൂലയിൽ ഇരിക്കുന്ന വലിയ ഒരു താത്വികാചാര്യനൊക്കെ ഇടയ്ക്കിടെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അതൊക്കെ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയല്ലാതെ ജനങ്ങളുടെ ശ്രദ്ധയിലൊന്നും വരുന്നില്ല. കാരണം പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്ക് കാര്യകാരണ സഹിതം മറുപടി കൊടുക്കുന്നതിന് പകരം അവരെ ആക്ഷേപിക്കുന്നതിനും ആ സംസ്കാരരഹിതമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ വിശേഷിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നത് തങ്ങളുടെ ഒരു പാപ്പരത്വമാണ്. അത് മുഖ്യമന്ത്രിക്ക് ഈ പാപ്പരത്വം ഉണ്ടായതിൽ എല്ലാവരും ലജ്ജിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ ഇതിനെ വകവെച്ചു കൊടുക്കുന്ന രീതിയിലല്ല ഇത്തരം പ്രയോഗങ്ങൾ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആരോപണങ്ങളോ ചോദ്യങ്ങളോ വരുമ്പോൾ കൃത്യമായി മറുപടി കൊടുക്കാനുള്ള ഒരു ജനാധിപത്യ മര്യാദ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹം എല്ലാ വട്ടവും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ രമേശ് ചെന്നിത്തല ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച ഈ ദിനേശ് പി.ഡി. സഹകരണ സംഘവുമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന പൊതുസമൂഹത്തോട് സംസാരിക്കാൻ, വിശദീകരിക്കാനുള്ള ആർജവവും തൻ്റെ ഇടവും കാണിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞുകൊണ്ട് ആളുകളോട് മാപ്പിരക്കുകയാണ് ഈ കെയർടേക്കർ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹം ചെയ്യേണ്ടത് എന്നാണ് പൊതുസമൂഹം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.